ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, യേശുക്രിസ്തുവിൻ്റെ ജനന പെരുന്നാളിലേക്ക് നാം അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ കൂടെ ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ആ ഒരു ഓർമ്മ ഏറ്റവും ആഘോഷത്തോടെ, ഏറ്റവും ഉത്സവ രീതിയിൽ ആഘോഷിക്കുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ക്രിസ്തു തൻ്റെ ജനന സമയത്തും തൻ്റെ ജീവിതത്തിലും പുലർത്തിയ ചില സുപ്രധാനമായ മനോഭാവങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഒന്ന് പരിശോധിച്ചുകൊണ്ട് ഈ ജനന പെരുന്നാൾ ദിവസങ്ങളിൽ ക്രിസ്തു പുലർത്തിയ മനോഭാവങ്ങളിലേക്ക് നമ്മളുടെ ജീവിതവും ഒന്ന് രൂപപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാനും അന്വേഷിക്കാനും പരിശ്രമിക്കാനും കഴിയട്ടെ എന്ന ഒരാശംസയാണ് ഇന്നെനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഇന്ന് ഈ പറഞ്ഞ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചർച്ച ചെയ്യുന്നതിനും ചിന്തിക്കുന്നതിനും ധ്യാനിക്കുന്നതിനുമൊക്കെ ആയിട്ടൊരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6, 7, 8 തിരുവചനങ്ങൾ. ഫിലിപ്പിയർ 2-ന്റെ 6, 7, 8. ഞാൻ ആ വേദഭാഗം വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. യേശുക്രിസ്തു തൻ്റെ ജനനത്തിൽ പുലർത്തിയ ചില പ്രധാനപ്പെട്ട മനോഭാവങ്ങളെക്കുറിച്ചുള്ള സൂചനകളാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ സൂചിപ്പിക്കുന്നത്. ഈ മനോഭാവങ്ങൾ ഈ പിറവി പെരുന്നാളിൻ്റെ ആ ഒരു ഓർമ്മ നാളുകളിൽ നമ്മുടെ ജീവിതത്തിലും പുലർത്താനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ ഈ പെരുന്നാൾ ആഘോഷം, ക്രിസ്തുമസ് ആഘോഷം ഏറ്റവും അർത്ഥമുള്ളതായി തീരുകയാണ്. മറിച്ച് ക്രിസ്തു പുലർത്തിയ ഈ മനോഭാവങ്ങൾക്ക് വിപരീതമായ പ്രവർത്തികളിലൂടെയാണ് നാം ഈ ക്രിസ്മസ് ദിനങ്ങളിൽ യാത്ര ചെയ്യുന്നത് എങ്കിൽ യാതൊരു അർത്ഥവുമില്ലാത്ത ഒരു ഉത്സവമായി, വെറുതെ സമയവും പണവും മെനക്കെടുത്തുന്ന ഒരു പ്രവൃത്തിയായി മാത്രം നമ്മുടെ ഉത്സവങ്ങൾ അധപ്പതിക്കും. എന്നാൽ ഈ മനോഭാവങ്ങൾക്ക് വില കൊടുക്കാനുള്ള ഒരു അന്വേഷണം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. എന്തൊക്കെയാണ് ക്രിസ്തു തൻ്റെ ഭൗമിക ജീവിതത്തിലേക്കുള്ള കടന്നുവരവിൽ കാത്തു സൂക്ഷിച്ച സുപ്രധാനമായ മനോഭാവങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ തുടക്കത്തിൽ പറയുന്നത്, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിച്ചില്ല. അതാണ്, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിച്ചില്ല. ഇതാണ് ക്രിസ്തു തൻ്റെ ജനനത്തിൽ, മനുഷ്യാവതാരത്തിൽ പുലർത്തിയ സുപ്രധാനമായ ഒരു ആറ്റിറ്റ്യൂഡ്. താൻ ദൈവരൂപത്തിൽ ഇരിക്കുന്നവനാണ്, താൻ ദൈവമാണ്, വചനമാകുന്ന ദൈവമാണ് ക്രിസ്തു. അപ്രകാരം പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നവനായ ക്രിസ്തു പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി മുതലുള്ള സർവ ഘടകങ്ങളിലും സർവകാര്യങ്ങളിലും വചനമായി നിന്നുകൊണ്ട് സുപ്രധാനമായൊരു പങ്ക് വഹിച്ചവൻ ക്രിസ്തു. പിതാവായ ദൈവത്തിൻ്റെ വാക്ക്, എത്ര ശക്തമായൊരു സ്ഥാനമാണ് ക്രിസ്തുവിനുള്ളത്. ത്രിത്വ ദൈവത്തിൽ രണ്ടാമൻ. അപ്രകാരം സുപ്രധാനമായ ഒരു സ്ഥാനം വഹിക്കുന്നവനാണ് സ്വർഗത്തിൽ ക്രിസ്തു. താൻ ദൈവമാണ്, ദൈവമായി ആരാധിക്കപ്പെടുന്നവനാണ്. അപ്രകാരം ദൈവമായി ആരാധിക്കപ്പെടുന്ന ദൈവാവസ്ഥയിൽ നിലകൊള്ളുന്നവനായ ക്രിസ്തു ആ ദൈവീക സമത്വം വേണ്ട എന്ന് വെച്ചു എന്നാണ്. അത് മുറുകെ പിടിച്ചുകൊള്ളണം എന്നുള്ളത് കാര്യമായി പരിഗണിച്ചില്ല. താനായിരിക്കുന്ന ദൈവത്വത്തിൻ്റെ അവസ്ഥയെ ഇങ്ങനെ കടിച്ചു തൂങ്ങിക്കിടക്കണമെന്ന് താൻ വിചാരിച്ചില്ല മനുഷ്യനായി താൻ വന്നപ്പോൾ.
അല്ലെങ്കിൽ തൻ്റെ ആ ദൈവികത്വത്തിൻ്റെ ആ തലങ്ങളെ വിട്ടുകളയാൻ തനിക്കൊരു മടിയുമുണ്ടായിരുന്നില്ല താൻ മനുഷ്യനായി അവതരിച്ചപ്പോൾ. ഇതൊരു സുപ്രധാനമായ ആറ്റിറ്റ്യൂഡാണ്. ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ, തൻ്റെ മനുഷ്യാവതാരത്തിൽ പുലർത്തിയ പ്രധാനപ്പെട്ട ഒരു മനോഭാവമാണ്. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ജീവിതത്തോടൊന്ന് തിരിഞ്ഞു പരിശോധിക്കുമ്പോൾ നമുക്കുമുണ്ട് ചില പദവികൾ, ചില സ്ഥാനങ്ങൾ. യേശുക്രിസ്തു താൻ ദൈവമെന്ന ആ ഒരു സുപ്രധാന പദവിയിൽ നിലനിൽക്കുമ്പോഴാണ് അതിനെ മുറുകെ പിടിക്കാതെ ഭൂമിയിലേക്ക് വന്നത്. അതിനെ വിട്ടുകളഞ്ഞിട്ട് അതിൻ്റെ ഗൗരവം അല്ലെങ്കിൽ അതിൽ കടിച്ചു തൂങ്ങിക്കിടക്കണമെന്നുള്ള ഒരു ചിന്തയില്ലാതെ താൻ വളരെ സാധാരണക്കാരനായിട്ട് ഇറങ്ങി വന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ജീവിതത്തിലും ചില പദവികളുണ്ട്. എന്താണ് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ പുലർത്തുന്ന ചില പദവികൾ, സ്ഥാനങ്ങൾ? സാധാരണ ജീവിത പശ്ചാത്തലത്തെ പരിശോധിച്ചാൽ, ഒരു കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിച്ചാൽ, അപ്പൻ ഒരു പദവിയാണ്. ഞാനൊരപ്പനാണ്, ഒരു പദവിയാണ്. മറ്റൊരു പശ്ചാത്തലം പരിശോധിച്ചാൽ ഭർത്താവ് ഒരു പദവിയാണ്, അതൊരു അധികാര പദവിയാണ്. അതല്ലെങ്കിൽ വേറൊരു എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ അവിടെയും ഞാനൊരു അധികാരിയാണ്, ഒരു അതോറിറ്റി ആയിട്ട് പലയിടങ്ങളിലും ഞാൻ നിലകൊള്ളുന്നുണ്ട്, ഒരു അതോറിറ്റിയാണ്. ഞാൻ വഹിക്കുന്ന ചുമതലകളിൽ ഞാൻ ഒരു അധികാരിയാണ്. ഇപ്പോൾ ഞാൻ ഒരു ഇടവകയുമായി ബന്ധപ്പെട്ട് ഒരു ചുമതലയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ഒരു പദവി എന്നിലുണ്ട്, എനിക്കൊരു അധികാര പദവിയുണ്ട്. അങ്ങനെ ഞാൻ ഒരു അധികാര പദവി പുലർത്തുന്ന ചില ജീവിതാവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഇതിനെ മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ പ്രവർത്തിക്കാൻ നിനക്ക് കഴിയുമോ നിൻ്റെ ജീവിതയാത്രയിൽ? ഇതാണ് ചോദ്യം. ഇനി ഒരു സ്ത്രീയെ എടുത്താൽ അവർക്കുമുണ്ട് ഇതുപോലെ ചില പദവികൾ, അധികാര പദവികൾ. അമ്മ ഒരു പ്രധാന അധികാര പദവിയാണ്, അമ്മ എന്ന് പറയുന്നത്. ഭാര്യ, കാര്യം വേദപുസ്തകപരമായ കുടുംബ ബന്ധത്തിൽ ഭർത്താവിൻ്റെ മേൽ വലിയ അധികാരങ്ങളൊന്നും ഭാര്യയിൽ പറയുന്നില്ല പൗലോസ് ഉൾപ്പെടെയുള്ളവർ. എങ്കിൽ കൂടിയും ക്രിസ്തുവും എങ്കിലും ഭർത്താവിൻ്റെ ഭർത്തൃത്വത്തിന് കീഴിൽ, അധികാരത്തിന് കീഴിൽ നിൽക്കുന്ന വ്യക്തിത്വമായിട്ടാണ് ഭാര്യയെ വേദപുസ്തകം അവതരിപ്പിക്കുന്നത്. എങ്കിൽ കൂടിയും ഭർത്താവിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന, സ്വാധീനിക്കാൻ കഴിയുന്ന ചില പ്രത്യേകതകൾ ഭാര്യയിലുണ്ട്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ജീവിത പങ്കാളിയെ, ഭർത്താവിനെ സ്വാധീനിക്കാൻ കഴിയുന്ന, അതുപോലെ തന്നെ ഒരു പുരുഷൻ വഹിക്കുന്നതിന് തത്തുല്യമായ പല പദവികൾ സ്ത്രീകളും ഈ കാലങ്ങളിൽ വഹിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ജോലിയിടങ്ങളിലാണെങ്കിലും ഇടവക തലങ്ങളിലാണെങ്കിലും താൻ ഇടപെടുന്ന പല മേഖലകളിലും തത്തുല്യമായ അധികാര പദവികൾ പലപ്പോഴും സ്ത്രീകളും വഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെയൊക്കെ ഈ ഒരു അവസ്ഥ മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ പ്രവർത്തിക്കുന്നവനാണ് ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ളവൻ. എന്ന് പറഞ്ഞാൽ എന്താണ്? ഭർത്താവ് എന്ന് പറയുന്ന എൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു അധികാരത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ നിങ്ങൾക്കുണ്ടോ? ഞാൻ അപ്പൻ എന്ന് പറയുന്ന ആ പൈതൃകമായ അധികാരത്തിൽ മുറുകെ പിടിക്കുന്ന ഒരു സ്വഭാവമുണ്ടോ? ഇത് ഗൗരവമായി പരിശോധിക്കണം. ഞാനെന്ന് വച്ചാൽ ഞാൻ പറയുന്നത് പോലെ നടക്കണം, അങ്ങോട്ട് പോകണേ ഞാൻ പറയണം, ഇങ്ങോട്ട് വരണേ ഞാൻ പറയണം, എല്ലാത്തിലും ആ ഒരു അധികാര പ്രയോഗത്തിൻ്റെ ഒരു സ്വഭാവ പ്രത്യേകത എന്നെ ഭരിക്കുന്നുണ്ട് എങ്കിൽ അതിനെ വിട്ടുകളയാൻ എനിക്ക് മനസ്സുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ക്രിസ്തു നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഒരു ചലഞ്ച്. ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്ന ക്രിസ്തു നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഒരു വെല്ലുവിളിയാണത്. പറ്റുമോ ഈ ജനന പെരുന്നാൾ ആഘോഷിക്കുന്ന ഞാൻ എൻ്റെ ഭർത്തൃപദവി, ആ ഭർത്തൃധികാരം വിട്ടുകളയാൻ മനസ്സുണ്ടോ? അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നിയേക്കാം, അച്ഛാ അപ്പോൾ ഭർത്താവ് ഭാര്യയുടെ തലയാണെന്നൊക്കെ പറയുന്നില്ലേ, ഒരു ലീഡർ വേണ്ടേ കുടുംബത്തിൽ? നിശ്ചയമായും വേണം, ഒരു സംശയമില്ല. ഒരു ലീഡർ വേണം എന്നുള്ള കാര്യത്തിന് ഒരു സംശയവുമില്ല. പക്ഷേ ഒരു ലീഡർ ആയി നയിക്കുന്നതും ഒരു അധികാര പ്രയോഗം നടത്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്.
യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായിട്ടുള്ള യാത്രയിലുടനീളം ക്രിസ്തു ആ സമൂഹത്തിൻ്റെ ലീഡറായിരുന്നു എന്നുള്ളതിനൊരു സംശയമില്ല. ഒരു നേതാവായി തന്നെയാണ് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ നയിച്ചത്. എല്ലാ കാര്യത്തിലും ഉപദേശിച്ചും ശാസിക്കേണ്ടിടത്ത് ശാസിച്ചും നിയന്ത്രിക്കേണ്ടിടത്ത് നിയന്ത്രിച്ചൊക്കെയാണ് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ നയിച്ചത്. പക്ഷേ ക്രിസ്തു പെസഹായുടെ ദിവസം ചെയ്തു കാണിച്ചത് എന്താണ്? തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകി കാണിച്ചു. ഇവിടെയാണ് ഒരു ലീഡർഷിപ്പും അതോടൊപ്പം തന്നെ അധികാരപ്രയോഗവും തമ്മിലുള്ള ഒരു അന്തരം ക്രിസ്തു ഇവിടെ വളരെ മനോഹരമായി പ്രഖ്യാപിക്കുന്നത്. താൻ നിശ്ചയമായും ഒരു ലീഡറാണ്, അതേ സമയത്ത് തന്നെ താൻ ശുശ്രൂഷകനാണ്. പെസഹായുടെ കാലുകഴുകലുമായി ബന്ധപ്പെട്ട് ക്രിസ്തു പറയുന്ന സുപ്രധാനമായ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. നിങ്ങളിൽ അധികാരിയാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനാകട്ടെ. നിങ്ങളിൽ മുഖ്യസ്ഥാനത്തിരിക്കാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനാകട്ടെ. അപ്പോൾ വേദപുസ്തക പശ്ചാത്തലത്തിൽ, ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അധികാരി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശുശ്രൂഷകനാണ്. ലീഡർ ശുശ്രൂഷകനാണ്, കാല് കഴുകുന്നവനാണ്, താഴെ ഇരിക്കുന്നവനാണ്, ദാസനാണ്. അതാണ് ഇവിടെ ഉപയോഗിക്കുന്ന ഒരു പദം. താൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ദാസരൂപത്തിലേക്കുള്ള പരിണാമമാണ്. ദൈവരൂപത്തിൽ നിന്ന് ദാസരൂപത്തിലേക്കുള്ള ഒരു പരിണാമം എന്ന് പറയുന്നത് സുപ്രധാനമായൊരു വെല്ലുവിളിയാണ് മനുഷ്യൻ്റെ മുന്നിൽ താൻ വയ്ക്കുന്നത്. ദൈവരൂപത്തിൽ നിന്ന് ദാസരൂപത്തിലേക്കുള്ള ഒരു പരിണാമം. ഈ വെല്ലുവിളി, ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ ഈ ക്രിസ്മസ് നാളുകളിൽ സന്നദ്ധനാണോ എന്നുള്ള ചോദ്യമാണ്. സന്നദ്ധയാണോ? തയ്യാറാണോ? നിങ്ങളുടെ ജീവിത പശ്ചാത്തലത്തിൽ തയ്യാറാണോ? നിങ്ങൾ ഇന്ന് അധികാരപ്രയോഗമായി നിൽക്കുന്നിടത്ത് നിങ്ങളൊരു ദാസ്യ ശൈലിയിൽ ഇടപഴകാൻ നിങ്ങൾ സന്നദ്ധനാണോ? ഭാര്യയുടെ അടുത്ത് ഭർത്താവ് എന്ന അധികാര പ്രയോഗത്തിൽ നിൽക്കുന്ന നിങ്ങൾ ഭാര്യയുടെ അടുത്തൊരു ദാസരൂപേണ പ്രതികരിക്കാൻ നിങ്ങൾ സന്നദ്ധനാണോ? മക്കളുടെ അടുത്ത് അധികാര പ്രയോഗത്തിൽ നിൽക്കുന്ന ഒരു അപ്പൻ എന്ന നിലയിലുള്ള നിങ്ങൾക്ക് ഒരു ദാസരൂപത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ നേതൃത്വം നിർവഹിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഒരു ദാസരൂപത്തിൽ നിന്നുകൊണ്ടൊരു ലീഡറാകാൻ, ശുശ്രൂഷകനാകാൻ നിങ്ങൾ സന്നദ്ധനാണോ? നിങ്ങൾ വാസ്തവത്തിൽ അധികാരിയായി പ്രവർത്തിക്കുകയല്ല വേണ്ടത്, നേതാവായി ശുശ്രൂഷിക്കുകയാണ് വേണ്ടത്. ഈ ഒരു വ്യത്യാസം ദാസരൂപത്തിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിപ്പാൻ നിങ്ങൾക്ക് തയ്യാറാണ്. എന്താണ് ദാസൻ്റെ പ്രത്യേകത? പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനങ്ങളിൽ പലയിടങ്ങളിലും പ്രയോഗിച്ചിട്ടുള്ള സുപ്രധാനമായൊരു പദമാണ് ദാസൻ. ദാസൻ എന്നതുപോലെ തന്നെ താൻ ഉപയോഗിച്ചിട്ടുള്ള വേറൊരു പദമാണ് അടിമ. വേദപുസ്തകത്തിൽ പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ പലയിടങ്ങളിലും പറയുന്നുണ്ട് അടിമ. ഞാൻ ക്രിസ്തുവിൻ്റെ അടിമയാണ്, ദാസനാണ്. ഇത് രണ്ടും ഏകദേശം തത്തുല്യമായി താൻ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗങ്ങളാണ്. ഈ ദാസൻ അല്ലെങ്കിൽ അടിമ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ആ ഒരു അവസ്ഥയെ, ആ ഒരു പദവിയെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റസിനെ നമ്മളൊന്ന് പരിശോധിച്ചാൽ എന്താണ് പ്രത്യേകത? ദാസൻ എന്ന് പറയുന്നത് ഒരു കൂലിക്കാരനല്ല, ഒരു ജോലിക്കാരനല്ല. അല്ലെങ്കിൽ അടിമ എന്ന് പറയുന്നത് ഒരു കൂലിക്കാരനല്ല. അടിമ എന്ന് പറയുന്നത് തൻ്റെ യജമാനന് സമ്പൂർണ്ണമായി കീഴടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുമാത്രമല്ല, ഈ അടിമ പ്രത്യേകിച്ച് യജമാനൻ പറയുന്നത് എന്തും ചെയ്യാൻ നിയോഗിതനാണ്. ഒരു കൂലിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വ്യത്യാസമുണ്ട്, അടിമയിൽ നിന്ന് വ്യത്യാസമുണ്ട്. കാരണം അയാളുടെ ജോലി അയാളുടെ കൂലിക്ക് അനുസൃതമാണ്. എന്നാൽ അതേ സമയത്ത് ഈ അടിമയുടെ ഒരു മെറിറ്റ് എന്താണെന്നറിയാമോ? ദാസൻ്റെ ഒരു മെറിറ്റ്, അടിമയുടെ അല്ലെങ്കിൽ ദാസൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത്, ദാസൻ അല്ലെങ്കിൽ അടിമ യഥാർത്ഥത്തിൽ കുടുംബാംഗം കൂടിയാണെന്നുള്ളതാണ്. ആ കുടുംബത്തിൻ്റെ അംഗമാണ്. കൂലിക്ക് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ കൂലിയുടെ കാലാവധിക്ക് അപ്പുറത്തേക്ക് ആ മനുഷ്യനുമായിട്ട് ഉത്തരവാദിത്വമില്ല. പക്ഷേ ദാസൻ അല്ലെങ്കിൽ അടിമയെ സംബന്ധിച്ചിടത്തോളം ജീവിതകാലം മുഴുവൻ ഈ വ്യക്തിയുടെ മേലുള്ള ആ അധികാരമുണ്ട്, അല്ലെങ്കിൽ ഈ യജമാനനോടുള്ള ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാൻ കടപ്പെട്ടവനാണ് എന്നുള്ളതാണ്. അവിടെ ആണ് ഈ ദാസന് അല്ലെങ്കിൽ അടിമയ്ക്ക് ഒരു രോഗം വന്നാൽ വാസ്തവത്തിൽ അത് യജമാനനാണ് ചികിത്സിക്കാൻ ബാധ്യസ്ഥൻ. ശ്രദ്ധിക്കണം,
എന്നാൽ ഒരു കൂലിക്കാരൻ അസുഖം വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഈ കൂലി കൊടുക്കുന്ന നേതാവിനെ ചികിത്സിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നീയുമായിട്ട് ഈ കൂലി ബന്ധമേ ഉള്ളൂ. എന്നാൽ അടിമയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ മേലുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അടിമ യജമാനന് കീഴടങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ യജമാനന് അടിമയുടെ മേലുള്ള സമ്പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അവൻ്റെ ആരോഗ്യ പരിരക്ഷയിലും അവൻ്റെ ജീവിത വ്യാപാരത്തിലും അവൻ്റെ കുടുംബ വിഷയങ്ങളിൽ ഉൾപ്പെടെ ഈ അടിമയുടെ മേൽ യജമാനൻ ഉത്തരവാദിത്തപ്പെട്ടവനാണ് എന്നുള്ളതാണ് അടിമയിലുള്ള ഒരു സുപ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പോൾ ക്രിസ്തുവിൻ്റെ അടിമയായി നാം ഓരോരുത്തരും മാറുന്ന ഒരനുഭവമാണ്. അപ്പോൾ ദാസരൂപം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവബന്ധത്തിൽ ഞാൻ ദൈവത്തിൻ്റെ അടിമയായി ദാസനായി പരുവപ്പെടുകയാണ്. അപ്രകാരം പരുവപ്പെട്ടുകൊണ്ട് നിന്നുകൊണ്ടുള്ള ശുശ്രൂഷ നിർവഹിക്കാനുള്ള ക്ഷണമാണ് വാസ്തവത്തിൽ ഒരു ക്രിസ്തീയ കുടുംബത്തിലും ക്രിസ്തീയ ജീവിത ശൈലിയിലും ദൈവം നമ്മെ ക്ഷണിക്കുന്ന ഒരു സുപ്രധാനമായ അനുഭവം. ക്രിസ്തു ഇവിടെ ദാസനായി എന്ന് പറയുമ്പോൾ, ദാസരൂപം എടുത്തു എന്ന് പറയുമ്പോൾ ആരുടെ ദാസനാണ്? ക്രിസ്തു അവിടെ താൻ ദാസനായത് പിതാവിൻ്റെ ദാസനാണ്, ദൈവപിതാവിൻ്റെ ദാസനാണ്. യോഹന്നാൻ 14:10 കടന്നു വരുമ്പോൾ യേശു പറയുന്നുണ്ട്, ഞാൻ സ്വന്തമായിട്ടൊന്നും പറയുന്നില്ല, ഞാൻ സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നില്ല, മുഴുവൻ എൻ്റെ പിതാവ് പറയുന്നതിനെ അനുസരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് യേശു ക്രിസ്തു അവിടെ. അപ്പോൾ ദൈവപിതാവിൻ്റെ ദാസനായി നിന്നുകൊണ്ടാണ് ക്രിസ്തു തൻ്റെ ഭൂമിയിലെ ശുശ്രൂഷ നിർവഹിച്ചത്. തൻ്റെ വാക്ക്, തൻ്റെ പ്രവൃത്തി. യേശു പറയുകയാണ് യോഹന്നാൻ 14:10 പിതാവിൻ്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് എന്നിലൂടെ പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ തൻ്റേതായ ഐഡൻറ്റിറ്റി, തൻ്റേതായ ക്യാരക്ടർ, തൻ്റേതായ അഭിപ്രായ സ്വാതന്ത്ര്യം, തൻ്റേതായ ചിന്താശക്തി, തൻ്റേതായ ആജ്ഞാശക്തി, ഇതൊന്നും താൻ ഉപയോഗിക്കുന്നില്ല. എല്ലാം പിതാവിൻ്റെ അടിമയായി ദാസനായി നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് ക്രിസ്തു പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ പുലർത്തുന്നത്. അപ്പോൾ ഒരു ക്രിസ്തീയ കുടുംബം എപ്പോഴും ദൈവത്തിൻ്റെ അടിമയായി നിന്നുകൊണ്ട് ദൈവം പറയുന്നതിനെ പ്രവർത്തിക്കുന്നവനായിരിക്കണം. അതാണ് ദൈവം ഗൈഡ് ചെയ്യുന്നതനുസരിച്ച് ഗൈഡ് ചെയ്യപ്പെടുന്നവനായിരിക്കണം. അതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ള ഏറ്റവും ക്രിസ്മസ് നൽകുന്ന, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പിറവി നൽകുന്ന സുപ്രധാനമായൊരു ചാലഞ്ച് എന്ന് പറയുന്നത്. ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് എന്ന് പറഞ്ഞാൽ എന്താ അതിലൂടെ അർത്ഥമാക്കുന്നത്? ഹി ഡിനൈഡ് ഹിസ് സെൽഫ്. അവൻ്റെ സ്വയത്തെ അവൻ വേണ്ടാന്ന് വെച്ചു, സ്വയത്തെ അവൻ ഒഴിവാക്കി തന്നിൽ നിന്ന്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സെൽഫ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? യേശുക്രിസ്തുവിൻ്റെ സെൽഫ് എന്ന് പറയുന്നത് ദൈവത്വമാണ്. ആ ദൈവിക ആളത്വമാണ് ക്രിസ്തുവിൻ്റെ സെൽഫ്. ആ ദൈവിക ആളത്വത്തെ താൻ അങ്ങ് മാറ്റി നിർത്തി, തൻ്റേതായ ആളത്വത്തെ താൻ മാറ്റി നിർത്തി, തൻ്റേതായ ദൈവിക ആളത്വത്തിൻ്റെ അവകാശങ്ങളെ താൻ മാറ്റി നിർത്തി. എന്നിട്ട് ദൈവപിതാവിൻ്റെ ആളത്വത്തിന് കീഴടങ്ങി നിന്നു. ദൈവപിതാവിൻ്റെ ആളത്വത്തിന് കീഴിൽ അടിമയായി നിന്നു. സെൽഫ് ആയിട്ടുള്ള ആളത്വം മാറ്റി വെച്ചു. അപ്പോൾ ഒരു ക്രിസ്ത്യാനിക്ക്, ഒരു യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, യേശുക്രിസ്തുവിനെ അനുസരിക്കുന്ന ഒരു മനുഷ്യന്, യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നു എന്ന് ക്ലെയിം ചെയ്യുന്ന ഒരു ക്രിസ്ത്യാനിക്ക് ക്രിസ്മസ് നൽകുന്ന പ്രധാനപ്പെട്ട ചലഞ്ച് സെൽഫ് ഡിനയൽ എന്ന ചലഞ്ചാണ്. നിന്റെ സ്വന്തമായ അവകാശ സ്വാതന്ത്ര്യങ്ങളെ ഡിനേ ചെയ്യാൻ, ഒഴിച്ചു കളയാൻ നീ സന്നദ്ധനാണോ? ആർ യു റെഡി? ഇതൊരു വലിയ ചോദ്യമാണ്. ക്രിസ്മസ് നൽകുന്ന വലിയൊരു ചോദ്യമാണ്. നിന്റെ സ്വന്തമായിട്ടുള്ള ആളത്വത്തെ ഒഴിച്ചു കളയാൻ സന്നദ്ധനാണോ? ഇന്ന് നമ്മളെപ്പോഴും അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരാണ്. ഭാരതത്തിൻ്റെ നിയമം ഈ നാളുകളിൽ വ്യക്തി അവകാശത്തിന് വലിയ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള സുപ്രധാനമായ കോടതി വിധികളൊക്കെ നൽകിയിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞാൻ പരിശോധിക്കുമ്പോൾ, അത് ഈ ലോകത്തിൻ്റെ നിയമവുമായി ബന്ധപ്പെട്ട് എനിക്ക് അവകാശം നിലനിൽക്കുമ്പോഴും, ഒരു ക്രിസ്ത്യാനി തൻ്റെ ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്നുള്ള നിലയിൽ തൻ്റെ വ്യക്തിത്വത്തിൻ്റെ അവകാശങ്ങൾ ക്രിസ്തു ബന്ധത്തിൽ നിഷേധിക്കുകയാണ്. വാസ്തവത്തിൽ അത് വേണ്ടാന്ന് വയ്ക്കുകയാണ്. അവിടെ ദൈവത്തിൻ്റെ ഹിതം മാത്രമാണ് അവൻ നടപ്പാക്കുന്നത്. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ് ക്രിസ്ത്യാനി. തന്നെത്താൻ ഒഴിച്ച്. എന്നിട്ടെന്താണ്? വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, ദൈവം മനുഷ്യനായി വിളങ്ങി, എന്നിട്ട് തന്നെത്താൻ താഴ്ത്തി, ഹംബിൾനെസ്.
താഴ്ത്തി എന്ന് പറഞ്ഞാൽ ഭൂമിയോളം താഴുക എന്നൊക്കെ നമ്മൾ പറയുന്നൊരു പ്രയോഗമുണ്ട്. അത്രത്തോളം ക്രിസ്തു തന്നെത്താൻ താഴ്ത്തി, വിനയപ്പെടുത്തി. ഈ ഒരു ഹംബിൾനെസ് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിപ്പാനായിട്ടുള്ളൊരു ചലഞ്ചാണ് വാസ്തവത്തിൽ ഈ ക്രിസ്മസിൽ ക്രിസ്തു നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. തന്നെത്താൻ താഴ്ത്തി എത്രത്തോളം? മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണയുള്ളവനായി തീർന്നു. അടുത്ത വാക്കാണ് അനുസരണയുള്ളവനായി തീർന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന സുപ്രധാനമായ അടുത്ത ചലഞ്ചസ്, ഒന്ന് താഴ്മ, പൂർണ്ണമായി വിനയപ്പെടുത്തി, അധികാരിയായിട്ടല്ല മറിച്ച് ദാസനായി നിന്നുകൊണ്ട്, ക്രിസ്തുവിൻ്റെ ദാസനായി നിന്നുകൊണ്ട്, ഇടപെട്ടുകൊണ്ട്, താഴ്മയുടെ ഔന്നത്യം സ്വീകരിച്ചുകൊണ്ട് മനുഷ്യനായി വിളങ്ങി ഒരു അനുസരണയുള്ളവനായി തീരാൻ. ആരോടാണ് യേശു ക്രിസ്തു അനുസരണയുള്ളവനായി തീർന്നത്? ദൈവപിതാവിനോടുള്ള സമ്പൂർണമായ അനുസരണവും വിധേയത്വവും. ഒരു വാക്കിലും നോട്ടത്തിലും പ്രവൃത്തിയിലും പോലും ദൈവപിതാവിൻ്റെ ഇഷ്ടം നടപ്പാക്കാൻ കാണിച്ച ആ നെഞ്ചുറപ്പ്, ആ ഒരു ചങ്കൂറ്റം. അനുസരിക്കുക എന്ന് പറയുന്നതിനെ ഒരു വിധേയപ്പെടൽ എന്നതിനേക്കാൾ ഉപരി ഒരു ചങ്കൂറ്റമായിട്ടാണ് എനിക്ക് ഈ കാലങ്ങളിൽ പറയാൻ തോന്നുന്നത്. അനുസരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു ചങ്കൂറ്റമാണ്. ഞാൻ ഇന്നയാളെ അനുസരിക്കുന്നു എന്ന് ധൈര്യമായി പറയാൻ കഴിയുന്നത് ഒരു ചങ്കൂറ്റമാണ്. ഞാൻ എൻ്റെ ദൈവത്തെ അനുസരിക്കുന്നു എന്ന് യേശു ക്രിസ്തു പലയിടങ്ങളിലും വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ പിതാവിനെ അനുസരിക്കുകയാണ്. യേശു ക്രിസ്തു ആ വാക്കൊക്കെ ഒരു വളരെ വളരെ അഭിമാനത്തോടെയാണ് ക്രിസ്തു ഉപയോഗിച്ചിരിക്കുന്നതായി കാണുന്നത്. ഞാൻ എൻ്റെ ദൈവത്തെ അനുസരിക്കുന്നു എന്ന് പറയുന്നത്. പലപ്പോഴും ക്രിസ്തു വിചാരണ ചെയ്യപ്പെടുന്ന വേദികളിലെല്ലാം തന്നെ ക്രിസ്തുവിൻ്റെ മുഖത്ത് കാണുന്ന ഒരു അഭിമാനത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ട്. ക്രിസ്തുവിൻ്റെ മുഖത്ത് കാണുന്ന അഭിമാനം, താൻ പീഡിപ്പിക്കപ്പെടുമ്പോഴും, താൻ ഒറ്റപ്പെടുമ്പോഴും, താൻ മാറ്റി നിർത്തപ്പെടുമ്പോഴും, താൻ അവഗണിക്കപ്പെടുമ്പോഴും, താൻ തുപ്പലേൽക്കപ്പെടുമ്പോഴും ഒക്കെയും തൻ്റെ മുഖത്ത് കാണുന്ന ഒരു അഭിമാനം എന്ന് പറയുന്നത് ഞാൻ ഇവിടെയൊക്കെ എൻ്റെ അപ്പനെ അനുസരിക്കുകയാണെന്നുള്ള അഭിമാനമാണ്. ആ ഒരു അഭിമാനത്തിൻ്റെ നെഞ്ചുറപ്പാണ് ക്രിസ്തുവിനെ ഭരിക്കുന്നതും നടത്തുന്നത് എന്നുള്ളതാണ്. വാസ്തവത്തിൽ നമ്മളൊക്കെ അനുസരിക്കുക എന്ന് പറയുമ്പോൾ ചിന്തിക്കുന്നത് ഒരു വഴങ്ങിക്കൊടുക്കലായിട്ടൊരു വിധേയത്വമായിട്ടാണ്. പക്ഷേ യേശുക്രിസ്തു അങ്ങനെയല്ല കാണുന്നത്. യേശുക്രിസ്തു അതിനെ ഒരു അവകാശമായിട്ടും അതിനെ ഒരു അഭിമാനമായിട്ടുമാണ് ക്രിസ്തു കാണുന്നത്. ഞാൻ എൻ്റെ ദൈവത്തെ അനുസരിക്കുന്നു. എന്തുകൊണ്ടാണ് അത് ഇന്ന് അനുസരിക്കാനായിട്ട് പലരോടും ആവശ്യപ്പെടുമ്പോൾ ആളുകൾ അതിനെ ഒരു കുറവായിട്ടാണ്, ഒരു കുറച്ചിലായിട്ടാണ് കാണുന്നത്. ഞാൻ അനുസരിക്കേണ്ടി വരുന്നല്ലോ എന്ന് പറയുന്നത് ഞാൻ ഏതാണ്ടൊരു വിനീത വിധേയനായി പോകുന്നതായിട്ടുള്ള ഒരു ഭാവമാണ് മനുഷ്യന്. എന്നാൽ യേശുക്രിസ്തു തൻ്റെ അപ്പനെ അനുസരിക്കുന്നു എന്ന് പറയുന്ന അഭിമാനമായി കാണുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അപ്പൻ അത്രയേറെ വില കൊടുക്കുന്നത് കൊണ്ടാണ്. അപ്പൻ അത്രയേറെ വില കൊടുക്കുന്നതാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചേ, നിങ്ങളുടെ അപ്പൻ ഒരു വളരെ സമൂഹത്തിലൊരു ഉന്നതനായ മനുഷ്യനാണെന്ന് കരുതുക. നിങ്ങളുടെ അപ്പൻ സമൂഹത്തിൽ ഉന്നതനായൊരു മനുഷ്യനാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്പനെ അനുസരിക്കുന്ന അഭിമാനമായിട്ട് നിങ്ങൾ സമൂഹത്തിൽ പറയും. ഞാൻ ഇന്നയാളുടെ മോനാണ്, ഞാൻ എൻ്റെ അപ്പനെ അനുസരിച്ചാണ് നിൽക്കുന്നതെന്ന് അഭിമാനത്തോടെ പറയും. അപ്പോൾ അപ്പനാരാണെന്നുള്ള ബോധ്യമുള്ളവനാണ് അപ്പനെ അനുസരിക്കുന്നത് അഭിമാനമായി കാണത്തുള്ളൂ. അപ്പനോടുള്ള ബന്ധമാണ്, അപ്പൻ്റെ വിലയെക്കുറിച്ചുള്ള അവബോധമാണ് അപ്പനെ അനുസരിക്കുന്നതിൻ്റെ ആ ഒരു അഭിമാനമായി എടുക്കത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു അനുസരണയുള്ളവനായി തീർന്നു എന്ന് പറയുമ്പോഴും നാം ക്രിസ്തുവിനെ പോലെ അനുസരണയുള്ളവനായി മാറുന്നത് ഒരു കീഴടങ്ങലായിട്ടല്ല, അതൊരു അഭിമാനത്തിൻ്റെ അനുഭവമായിട്ട് ഏറ്റെടുക്കാൻ കഴിയണം. എൻ്റെ അപ്പനെ, എൻ്റെ ദൈവത്തെ ഞാൻ അനുസരിക്കുന്നു. ആ ചലഞ്ചാണ് വാസ്തവത്തിൽ ക്രിസ്തു തൻ്റെ പിറവിയിൽ മനുഷ്യൻ്റെ മുന്നിൽ വയ്ക്കുന്നത് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ചലഞ്ചസ് ഏറ്റെടുക്കാം. നിങ്ങളിതിനെ നന്നായി ധ്യാനിക്കുക. അപ്രകാരം ക്രിസ്തു തൻ്റെ മനുഷ്യാവതാരത്തിൽ പുലർത്തിയ മനോഭാവങ്ങളുടെ വെല്ലുവിളി ജീവിതത്തിൽ ഏറ്റെടുത്ത് പുലർത്താനുള്ള ഒരു നാളായി ഈ നോമ്പുകാലവും ജനനപ്പെരുന്നാളിൻ്റെ ഒരുക്ക ദിനങ്ങളും മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വചന ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ തമ്പുരാനെ, യേശുക്രിസ്തുവിനെ പോലെ ആകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണ സമ്പൂർണനായതുപോലെ നിങ്ങളും സൽഗുണ സമ്പൂർണനാകുവീൻ എന്ന് ക്രിസ്തു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പഠിപ്പിക്കുന്നത് ഞങ്ങൾ കാണുന്നു. തമ്പുരാനെ, ഞങ്ങളെ ഇതുപോലെ ആക്കി തീർക്കണമേ. ദാസനാകാൻ ഞങ്ങളെ വിനയപ്പെടുത്തണമേ.
അനുസരണയുള്ളവനായിക്കൊണ്ട് അഭിമാനത്തോടെ നിലനിൽക്കാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതാധികാര മേഖലകളുടെ സമത്വം മുറുകെ പിടിക്കേണ്ടത് ഗൗരവമായി കാണാതെ ഞങ്ങളൊരു ശുശ്രൂഷകനാകാൻ ഞങ്ങളുടെ ഹൃദയത്തെ പരുവപ്പെടുത്തണമേ. വിശുദ്ധ മാതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.